57 അധ്യായം, Isaiah chapter 57 and verse 15. എവിടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുക? എവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നെല്ലിടുന്നത്? എവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കുന്നത്? എവിടെയാണ് ഈ റൂവ കാറ്റ് വീശുവാൻ പോകുന്നത്? ഹല്ലേലൂയ. എവിടെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത്? എവിടെയാണ് പെന്തക്കോസ്ത് വീണ്ടും ആവർത്തിക്കുവാൻ പോകുന്നത്? ഹല്ലേലൂയ. കൊടിയ കാറ്റായി പിളർന്ന നിവായി എവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തുന്നത്? എവിടെയാണ് മറ നീക്കി ദൈവം തൻ്റെ മഹത്വത്തെ, തൻ്റെ ശഖൈനെ ഘനമായ സാന്നിധ്യം കൊണ്ട്, തൻ്റെ മഹിമ കൊണ്ട്, മഹത്വം കൊണ്ട് നിറയ്ക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം, ആ വാക്യം ഒന്ന് വായിക്കാം. ഇത് പരിശുദ്ധാത്മാവാണ്, ഇത് പരിശുദ്ധ തീയാണ്, ഇത് പരിശുദ്ധ ഉണർവാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഉണർവ് ആഗ്രഹിക്കുന്നെങ്കിൽ, ആരെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കേവലം ഒരു അഭിഷേകമല്ല, ഉണർവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവ് എന്ന് പറയുമ്പോൾ അഭിഷേകത്തിന് അപ്പുറമാണ്. ഉണർവ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അഭിഷേകത്തിന് അപ്പുറമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ശാശ്വതവാസിയും ഹല്ലേലൂയ വിശുദ്ധനെന്ന് പരിശുദ്ധനെന്ന് പേരുള്ളവൻ, അവൻ ഇപ്രകാരം, ദൈവം ഇപ്രകാരം ഉന്നതനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവനാണ്. ഇപ്രകാരം അവൻ അരുളി ചെയ്യുകയാണ്. എവിടെയെങ്കിലുമൊക്കെ മനസ്താപം, ആമേൻ, എവിടെയെങ്കിലും ഹൃദയത്തിൻ്റെ ഞുറുക്കൽ, എവിടെയെങ്കിലും സ്തോത്രം ഹല്ലേലൂയ താഴ്മ വെളിപ്പെടുമ്പോൾ, എവിടെയെങ്കിലും സത്യസന്ധത വെളിപ്പെടുമ്പോൾ, എവിടെയെങ്കിലും ആത്മാർത്ഥത വെളിപ്പെടുമ്പോൾ, ദൈവം പറയുക, അങ്ങനെ ഉള്ളവരുടെ ഹൃദയത്തിലേക്ക്, അങ്ങനെ ഉള്ളവരുടെ മധ്യത്തിലേക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അവിടെയാണ് ഞാൻ വസിക്കുന്നത്. എവിടെയാണ് ദൈവം വസിക്കുന്നത്? എവിടെയാണ് ദൈവം വസിക്കുന്നത്? ഒന്ന്, ദൈവം സ്വർഗത്തിൽ. ഒന്ന് കരമൊന്ന് ഉയർത്തി പറയാം, ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. രണ്ടാമത്, ദൈവം എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ് വസിക്കുന്നത്? ഹല്ലേലൂയ. അതെ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത് എവിടെയാണ്? ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ, ഹല്ലേലൂയ, അവിടെയാണ്. ഒരു കൂട്ടം എവിടെയുണ്ടോ അവിടെയാണ് ദൈവം തന്നെ തൻ്റെ മഹത്വത്തെ, തൻ്റെ മറ നിൽക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ ശലോമോൻ്റെ ആലയം ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞുവോ, എങ്ങനെ യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഞാൻ ഉയർന്നും പൊങ്ങിയ ഒരു സിംഹാസനത്തെ കണ്ടോ, ഹല്ലേലൂയ, ആലയം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, ദൈവത്തിൻ്റെ പുക കൊണ്ട് നിറഞ്ഞു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു തലം നമുക്ക് വേണ്ടി തുറക്കുകയാണ്. അഖരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ നമുക്കതൊന്ന് സ്വീകരിക്കാം. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എവിടൊക്കെയോ ഉണർവ് വെളിപ്പെട്ടോ, എവിടൊക്കെയോ സ്വത്രം പട്ടണങ്ങളെ കുലുക്കുന്ന, ദേശങ്ങളെ കുലുക്കുന്ന, രാജ്യങ്ങളെ കുലുക്കുന്ന ഹല്ലേലൂയ ആഗോളമായ ഉണർവുകൾ വെളിപ്പെട്ടോ, അവിടെ എല്ലാം ഒരു രഹസ്യമുണ്ടായിരുന്നു. There was a secret to a greater revival. Hallelujah. ഉണർവുകളെ പഠിക്കുന്നവനാണ്. ഹല്ലേലൂയ. പാസ്റ്ററിന് അനേക വീഡിയോകൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഡോക്ടർ അജിത്ത് എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അനേക ഉണർവുകളെക്കുറിച്ച്, അങ്ങനെ എൻ്റെ 16-ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്യണം, ഹല്ലേലൂയ, ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചതിൻ്റെ മധ്യത്തിലാണ് ദൈവ സാന്നിധ്യം എൻ്റെ മുറിയിലേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം എൻ്റെ മുറിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവ സാന്നിധ്യത്താൽ ഞാൻ പിടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ഒരു വലിയ സ്പർശം യെശയ്യാവിൻ്റെ നാവിനെ തൊട്ടതുപോലെ എൻ്റെ നാവിനെ ദൈവം തൊട്ടു. ഹല്ലേലൂയ. ദൈവം എന്നെ സ്പർശിച്ചു. D.L. മൂഡിയുടെ മേൽ ദൈവത്തിൻ്റെ ആ വലിയ അഭിഷേകം, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അഭിഷേകം, ചാൾസ് ഫിനിയുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്ന് വീണതുപോലെ, ബക്കറ്റ് നിറയെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷേകം, സ്നേഹത്തിൻ്റെ പകർച്ചകൾ നടക്കുന്നത് പോലെ, ഹല്ലേലൂയ, 16 വയസ്സുകാരനായ എൻ്റെ ജീവിതത്തിൽ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നാണ് വലിയ ദൈവവചനത്തെക്കുറിച്ചുള്ള ജ്ഞാനമൊന്നുമില്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, നിരാശയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ജീവിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മധ്യത്തിലാണ് സ്തോത്രം ഈ ആത്മസന്ദർശനം ഉണ്ടാകുന്നത്. ഈ ഡിവൈൻ വിസിറ്റേഷൻ, ഈ ദൈവിക സന്ദർശനം ഉണ്ടാകുന്നത് എൻ്റെ മുറിയിലേക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലം ആ കരമൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നാം കേവലം കുറേ മെസ്സേജുകൾ പറഞ്ഞ് ഹല്ലേലൂയ വൈകാരികപരമായി ഹല്ലേലൂയ നാം ഒന്ന് ഉത്തേജിക്കപ്പെടുക മാത്രമല്ല, ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവമായി നാം ഒന്ന് കൂട്ടിമുട്ടുകയാണ്. ആ കരമൊന്ന് ഉയർത്തി. ദൈവമായി നാം ഒന്ന് കൂട്ടിമുട്ടുകയാണ്. ദൈവ സാന്നിധ്യമായി കൂട്ടിമുട്ടുകയാണ്. ദൈവമഹത്വമായി കൂട്ടിമുട്ടുകയാണ്. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ മറ മാറ്റി, ഹല്ലേലൂയ, ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ ഉണർവായി അല്ല, ഹല്ലേലൂയ, നിരന്തരമായി ദൈവം തന്റെ കൂടാരത്തെ മനുഷ്യരുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ ഒരു ജനത്തെ ദൈവം ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഉണർവുകളെ, അങ്ങനെ അസാധാരണമായ ദൈവം എന്നെ സ്പർശിച്ചുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതം തിരിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദിവസം 16-ാമത്തെ വയസ്സിൽ ഞാനൊരു ശബ്ദം കേട്ടു, അജിത്തെ, ഞാൻ നിന്നെ അയക്കും. ഹല്ലേലൂയ. അതെ, ദിവസം പറഞ്ഞതുപോലെ ഞാനൊരു ഡോക്ടറാണ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വിട്ട് ജനറൽ സർജനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു സമയമായപ്പോൾ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ കേട്ട ദൈവത്തിൻ്റെ ശബ്ദം പറഞ്ഞു, അജിത്തെ, സമയമായി. ദിസ് ഈസ് യുവർ ടൈം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ഹല്ലേലൂയ. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല പട്ടണത്തിൽ ഹല്ലേലൂയ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുവാൻ
ഇടയായിത്തീരുന്നു. ആ കരമുയർത്തി ഇന്ന് പകൽക്കാലം സ്തോത്രം ഞാനങ്ങ് വിശ്വസിക്കുക. ഹോരേബിൽ നടന്നത് ഇവിടെ നടക്കും. ഹോരേബിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി മുൾപ്പടർപ്പ് കത്താതെ സ്തോത്രം വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം അത് തീയായി, അത് മേഘമായി, അത് മഞ്ഞായി സലോമന്റെ ആലയത്തിൽ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഹല്ലേലൂയ ജനം ഹല്ലേലൂയ ശുശ്രൂഷന്മാർക്ക് നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു ഘനമായ ദൈവ സാന്നിധ്യം ഷെക്കൈന. ആ കരം ഒന്ന് ഉയർത്തി പറയാം. ഒരു ഷെക്കൈന വെളിപ്പെട്ടു, ഒരു മഹത്വം വെളിപ്പെട്ടു. ഒന്ന് കരം ഉയർത്തി പറയാം. ഷെക്കൈന വെളിപ്പെട്ടു, ഒരു മഹത്വം വെളിപ്പെട്ടു, ഒരു കബോധ് വെളിപ്പെട്ടു. അതെന്താണ്? അത് മനുഷ്യൻ്റെ ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ തലത്തേക്കാൾ മേലായ ഒരു തലമാണ്. അത് സാന്നിധ്യം ഘനീഭവിച്ച് ഹല്ലേലൂയ. It's the weighty presence of God. Hallelujah. 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 അന്ന് എനിക്ക് മനസ്സിലായി ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് എന്നെ ഒരു ദിവസം കൊണ്ട് ഹല്ലേലൂയ രൂപാന്തരപ്പെട്ടു. ഒരു ദിവസം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു. ഒരു ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം ഉണ്ടായി. ഹല്ലേലൂയ. 10-35 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. അനുഭവങ്ങൾ കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. പിന്മാറ്റം എന്താണെന്ന് എനിക്കറിയില്ല. ആമേൻ, 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 ആമേൻ. യേശുവിനോട് സ്നേഹം ഇല്ലാത്ത അങ്ങനെ ഒരു അനുഭവം എനിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ സ്നേഹം വർദ്ധിച്ചു വരികയാണ്. എൻ്റെ സ്നേഹം കർത്താവിനോട് കൂടി വരിക. എൻ്റെ പ്രണയം കൂടി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കരിക്കുന്നതിന് പകരം ഹല്ലേലൂയ വീണ്ടും താഴ്മ ധരിക്കുവാൻ ഞാൻ അവനെ കണ്ടു. യിശയ്യാവ് പറഞ്ഞു, എൻ്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ യഹോവയെ കണ്ടു. ഇന്ന് പകൽക്കാലം ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആലയത്തിൽ നിങ്ങളുടെ കണ്ണ് ഹല്ലേലൂയ സൈന്യങ്ങളുടെ യഹോവയെ കാണും. ഹല്ലേലൂയ. ഉയർന്നവനും ഉന്നതനുമായ ശാശ്വതവാസിയായ പരിശുദ്ധനെ നിങ്ങളുടെ കണ്ണ് കാണും. ആ കണ്ണ് കാണണമെങ്കിൽ ഹല്ലേലൂയ ഉണർവ്. ഞാൻ അനേക ഉണർവുകൾ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വെയിൽസിൽ നടന്ന ഉണർവ്, അസൂസയിൽ നടന്ന ഉണർവ്, ഹെബ്രദീസ് ദ്വീപിൽ നടന്ന ഉണർവ്, ഹല്ലേലൂയ വ്യത്യസ്ത ചാൾസ് ഫിന്നിലൂടെ നടന്ന ഗ്രേറ്റ് അവേക്കണിംഗ്, വ്യത്യസ്ത ഉണർവുകൾ. ഒരു കാര്യം ഹല്ലേലൂയ ആമേൻ. എൻ്റെ പേർ വിളിക്കപ്പെടുന്ന എൻ്റെ ജനം. ആ കരം ഉയർത്തി. എൻ്റെ പേർ 2 കൊരിന്ത്യർ 2 ദിനവൃത്താന്തം 7-14 ഹല്ലേലൂയ. ഉണർവിൻ്റെ വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെയും വലിയ ദൈവമഹത്വം വെളിപ്പെടുവാനുള്ള അതിൻ്റെ ഒരു സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഫോർമുല പോലെ നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഉണർവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആഴമായ ദൈവിക ഈ ഇടപെടൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അങ്ങനെ ഉണ്ടെങ്കിൽ 2 ദിനവൃത്താന്തം 7-14 പറയുന്നു, എൻ്റെ പേര് വിളിക്കപ്പെടുന്ന ആ കരം, എൻ്റെ പേര് വിളിക്കപ്പെടുന്ന എൻ്റെ ജനം അവർ തങ്ങളെ തന്നെ താഴ്ത്തി. ഒന്ന് പറയാം, താഴ്ത്തി. ഉപവാസം എന്താണ്? ഹല്ലേലൂയ. ഉണർവ് യോഗങ്ങളിൽ നമ്മളിങ്ങനെ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ താഴ്ത്തുകയാണ്. നാം നമ്മെ തന്നെ സ്തോത്രം ദൈവസന്നിധിയിൽ സ്തോത്രം ഒരു ആത്മധമനത്തിലേക്ക് നാം വരികയാണ്. നാം നമ്മെ തന്നെ സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് ശോധന ചെയ്യുകയാണ്. ഹല്ലേലൂയ. തീയായവൻ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി വേണം? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ചുമക്കണമോ? ദൈവത്തിൻ്റെ തീന്ത ഹല്ലേലൂയ ഈ കടാതെ ഈ തീ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ദൈവിക അഭിഷേകത്തിൻ്റെ ആഴം വെളിപ്പെടണമോ? ഹല്ലേലൂയ. നിന്റെ പാത്രം വിശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. നീ ഒരു ശുദ്ധീകരണത്തിലൂടെ പോകണം. ഹല്ലേലൂയ. മോശ 40 വർഷത്തെ ശുദ്ധീകരണത്തിലൂടെ പോയി അസാധാരണമായ ഒരു ദൈവ മനുഷ്യനായി, ഭൂമിയിൽ ഏറ്റവും സൗമ്യനായ ഒരു മനുഷ്യനായി മോശ മാറിയതുപോലെ ഹല്ലേലൂയ ഹോരേബിൽ സംഭവിക്കുന്നത് ഹല്ലേലൂയ നാം ഒരു അഭിഷേകം പ്രാപിച്ചു, ഒരു ദൗത്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു രൂപാന്തരം സംഭവിക്കുക. ഹല്ലേലൂയ. താൻ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫറോഹിന്റെ മുമ്പിൽ മിസ്രൈമ്യ ദേശത്തിൽ ഹല്ലേലൂയ മോശ ഒരു കത്തുന്ന മുൾപ്പടർപ്പായി. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. നീ എന്ത് കാണുന്നുവോ അത് നീ ആയിത്തീരും. ഹല്ലേലൂയ. നീ എന്ത് കാണുന്നുവോ അത് നീ ആയിത്തീരും. കത്തുന്ന മുൾപ്പടർപ്പ് നീ കണ്ടാൽ നീ ഒരു കത്തുന്ന മുൾപ്പടർപ്പായി. ഹല്ലേലൂയ. I want to prophesy this day. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവ് സാധാരണമായ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഹല്ലേലൂയ ഒരു നിറവ് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഉണർവിന്റെ ഒരു തീയുണ്ട്. ഹല്ലേലൂയ. നമ്മെ എല്ലാവരെയും തൻ്റെ ആത്മാവിൻ്റെ ഒരു ഇരട്ടി പങ്കുകൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ പോകുക. ദൈവം നമ്മെ സ്പർശിക്കാൻ പോകുക. അസാധാരണമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം ആരംഭിക്കുവാൻ പോകുക. ഓ യാബാ ഷേതേ ബാബാ. എൻ്റെ പേര് വിളിക്കപ്പെടുന്ന എൻ്റെ ജനം ഹല്ലേലൂയ അവർ തങ്ങളെ തന്നെ താഴ്ത്തി. ഹല്ലേലൂയ. നാം ആ ദൈവത്തിൻ്റെ ആ കണ്ടീഷനുകൾ നാം ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ നാം ഒന്ന് പാലിച്ചാൽ
ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. 1949 ഒരു ദ്വീപിൽ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വരുന്നു. ആ ഉണർവിനെ കുറിച്ച് പറയുന്ന ഹെബ്രദീസ് ദ്വീപിൽ, ഒരു ദ്വീപിൽ ഹല്ലേലൂയ, ഇംഗ്ലണ്ടിലുള്ള ഒരു ദ്വീപിൽ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. വാർത്തകൾ പുറന്നു. God has come into that city. ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ സർവജ്ഞാനിയാണ്. ദൈവം സ്തോത്രം. ഹല്ലേലൂയ. God is omnipresent. സർവവ്യാപിയായ ദൈവം. പക്ഷേ ഹല്ലേലൂയ എവിടെയെങ്കിലുമൊക്കെ ജനം അതിനു വേണ്ടി ഒരു വില കൊടുത്താൽ, തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തിയാൽ, ഹല്ലേലൂയ തങ്ങളുടെ ദുർമാർഗങ്ങളെ ഒന്ന് വിട്ടാൽ, നാം ദൈവത്തിൻ്റെ, എൻ്റെ പേർ വിളിക്കപ്പെടുന്ന എൻ്റെ ജനം അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഹല്ലേലൂയ തന്നെ താഴ്ത്തി, അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് അവരെ തന്നെ സ്തോത്രം മുഖം തിരിച്ച് അവർ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കും. 4 വ്യവസ്ഥകളാണ്. 4 conditions to revival. 4 conditions. ദൈവം വെച്ചിരിക്കുന്ന 4 വ്യവസ്ഥകളാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ താഴ്ത്തണം. ഹല്ലേലൂയ. എവിടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്? അഹങ്കാരികളോട് അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു. Hallelujah. God resists the proud. Hallelujah. But God gives grace to the humble. Hallelujah. താഴ്മയുള്ളവർക്ക് ദൈവം എന്ത് ചെയ്യും? കരമുയർത്തി. Hallelujah. Hallelujah. അല്പസമയത്തിൽ അന്തരീക്ഷങ്ങൾ മാറുകയാണ്. അല്പസമയത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ജനങ്ങൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഘനീഭവിച്ച ഒരു സാന്നിധ്യം സലോമോന്റെ ആലയത്തിൽ അത് മേഘമായി പുകയായി അവിടെ വന്ന സ്തോത്രം ശുശ്രൂഷന്മാർക്ക് നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു മനുഷ്യന്റെ ഹല്ലേലൂയ അഭിഷേകത്തെക്കാൾ അപ്രഭമായി ആ സാന്നിധ്യം അവിടെ നിലനിടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും, അത് ദൈവപ്രവൃത്തികളെ സൃഷ്ടിക്കും, അത് രൂപാന്തരങ്ങളെ ഹല്ലേലൂയ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ഹല്ലേലൂയ അത് വലിയ വിപ്ലവങ്ങളെ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ അങ്ങ് വിശ്വസിക്കാം. ആ കാലം ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് നന്ദി പറയാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു ഹോരേബിൻ്റെ അനുഭവത്തിലൂടെ, ഒരു മാളികമറിയുടെ അനുഭവത്തിലൂടെ കർത്താവ് നമ്മെ കൊണ്ടുപോവുകയാണ്. 10 ദിവസം ഹല്ലേലൂയ പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഒരു കൂട്ടം ജനം 120 പേർ അവർ ആകാംക്ഷയോട്, ആഗ്രഹത്തോട്, ഹല്ലേലൂയ വിശ്വാസത്തോട്, ഒരുമയോട്, താഴ്മയോട് അവർ ഒരുമിച്ച് കൂടി വന്നു. ഹല്ലേലൂയ 10 ദിവസവും ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗന്ദര്യപ്പടക്കം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ തമ്മിൽ. പക്ഷെ അതെല്ലാം ക്രമീകരിച്ച് അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ചെറുത് വലുത് എന്നുള്ള ഹല്ലേലൂയ വ്യത്യാസമൊന്നുമില്ലാതെ അവർ ദൈവത്തിൻ്റെ മുഖം ഹല്ലേലൂയ 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 എന്തെങ്കിലും ഒരു കാര്യം സാധ്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം, എന്തെങ്കിലും ഒരു വിഷയം പരിഹരിക്കപ്പെടണം, എനിക്കൊരു വിസ കിട്ടണം, എനിക്ക് നല്ലൊരു ഭവനം വേണം, ഹല്ലേലൂയ അതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷെ അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് നാം തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ എവിടെയാണ് ഉണർവ് വെളിപ്പെടുന്നത്? നമ്മുടെ ആവശ്യങ്ങളെക്കാൾ അപ്പുറമായി, നമ്മുടെ വിഷയങ്ങളെക്കാൾ അപ്പുറമായി. ഹല്ലേലൂയ. കർത്താവേ എനിക്ക് സ്തോത്രം ഒരു ഭവനം വേണം. അതെ കർത്താവ് അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഈ ഉണർവ് യോഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മുടെ ആവശ്യങ്ങളും വിഷയങ്ങളെക്കാളൊക്കെ അപ്പുറമായി കർത്താവേ ഞങ്ങൾക്ക് അങ്ങേ വേണം, അങ്ങയുടെ സാന്നിധ്യം വേണം, അങ്ങയുടെ മഹത്വം വേണം, അങ്ങയുടെ അഭിഷേകത്തിന് ആഴം വെളിപ്പെടണം. അതായത് തിരുവല്ല ഞങ്ങൾക്ക് വേണം, കേരളക്കര ഞങ്ങൾക്ക് വേണം, ഭാരതം വേണം. എന്റെ ഭാരതം ദൈവത്തിന്റെ രാജ്യമായി തീരണം. ഹല്ലേലൂയ. മാളിക മുറിയിൽ സ്തോത്രം ഈ 120 ശിഷ്യന്മാർ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചില്ല. കർത്താവേ സാമ്പത്തികമായി ഞങ്ങളെ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിവൃദ്ധിപ്പെടണമേ. നോ അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നില്ല. അവരുടെ ഒറ്റ പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും സമാരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. ഇന്ന് എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു. ഞാൻ കേട്ടു ഹല്ലേലൂയ ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടു. കർത്താവേ അങ്ങ് എവിടെയാ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നത്? അങ്ങയുടെ മഹത്വം എവിടെയാ വെളിപ്പെടുന്നത്? ആരുടെ മേലാണ് ദൈവത്തിന്റെ അഭിഷേകം പകരുന്നത്? ആരുടെ മേലാണ് ദൈവത്തിന്റെ പുറപ്പുകൾ വീഴുന്നത്? ഹല്ലേലൂയ. അസാധാരണമായ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഹല്ലേലൂയ വേദികൾ തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പേര് വിളിക്കപ്പെടുന്ന എൻ്റെ ജനം അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ വിടുന്ന വിശ്വാസക്കാരുകളെ
നടച്ച കരങ്ങൾ ഉയർത്തി. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ അവസ്ഥകളുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇപ്പോഴും കയ്പ് വെച്ചുകൊണ്ടാണോ? ഇപ്പോഴും ദൂഷണം വെച്ചുകൊണ്ടാണോ? ഇപ്പോഴും പക വെച്ചുകൊണ്ടാണോ? ഇപ്പോഴും നമ്മുടെ വായിൽ നിന്ന് ഹല്ലേലൂയ അരുതാത്തതാണോ നാം സംസാരിക്കുന്നത്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ധ്യാനങ്ങൾ എങ്ങനെയാണ്? ഹല്ലേലൂയ അതിലൊക്കെ ഒരു ശുദ്ധി കണ്ടു. എത്ര പേരൊന്ന് ആത്മാർത്ഥമായി ഒന്ന് മനസ്സാൽ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തെ നന്നായി ഒന്ന് ശോധനയിടമേ, എൻ്റെ നിലവുകളെ അല്പസമയം കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് അനുഭവിക്കാം ദൈവസന്നിധിയിൽ. നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറയാം, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകളെ ഏറ്റുപറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എവിടെയാണ് ദൈവത്തിന് തീ വീഴുന്നത്? എവിടെയാണ് ദൈവത്തിന് തീ വീഴുന്നത്? എവിടെയാണ് ആത്മാവിൻ്റെ ചലനങ്ങൾ? ഹല്ലേലൂയ ശക്തമായ ചലനങ്ങൾ, നിലനിൽക്കുന്ന ചലനങ്ങൾ, ഒരു പൈശാചിക മണ്ഡലത്തിനും പിടിച്ചു നിർത്തുവാൻ കഴിയാതെ. ഓ ഹല്ലേലൂയ. എവിടെ താഴ്മ വെളിപ്പെടും, എവിടെ വിശുദ്ധി വെളിപ്പെടും. ഹല്ലേലൂയ. എവിടെ ജനം ഹല്ലേലൂയ അവരുടെ പാപത്തെ ഓർത്ത് ഹല്ലേലൂയ യിശയ്യാവ് കണ്ടത് ഹല്ലേലൂയ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനം. ഉസിയ രാജാവ് കണ്ണുകളെ അടയ്ക്കാം. ഒരു സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യിശയ്യാവ് കണ്ട ഹല്ലേലൂയ വസ്ത്രത്തിന്റെ വിളമ്പ് ആലയത്തിൽ നിറഞ്ഞത് താൻ കാണുകയാണ്. താൻ ദുഃഖിതനായിരുന്നു. ഹല്ലേലൂയ. ഉസിയാവ് മരിച്ചല്ലോ, ഞങ്ങളുടെ ഇസ്രായേൽ രാജാവ് മരിച്ചല്ലോ, നീ ഇസ്രായേലിന്റെ ഗതി എന്തായിത്തീരും? ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ തനിക്കൊരു ദർശനം ഉണ്ടാകുകയാണ്. പ്രവാചകനെ ദൈവം സ്പർശിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആരൊക്കെയോ ദൈവം തൊടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ കൂട്ടത്തിന്റെ മധ്യത്തിൽ ചിലരെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ നാഷണൽ മിഷന് വേണ്ടി ഹല്ലേലൂയ. നിങ്ങൾ അന്താരാഷ്ട്രീയമായി പോയാലും പോയില്ലേലും ഹല്ലേലൂയ ഭാരതം ഹല്ലേലൂയ ഇന്നും 10% താഴെയാണ്. 10% താഴെയാണ് ഹല്ലേലൂയ സുവിശേഷം എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു വലിയ പകർച്ച നടക്കുകയാണ്. ഒരു വലിയ ആത്മപകർച്ച നടക്കുകയാണ്. ഒരു വലിയ ആത്മഭാരം കൈമാറപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ ഈ ഉണർവിന്റെ തീ ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ വീഴുമ്പോൾ ഹല്ലേലൂയ ഞാൻ പോകാം. ഹല്ലേലൂയ പ്രവാചകൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാണ്, താൻ പ്രവചിക്കുന്നവരാണ്. പക്ഷേ യേശയ്യാവ് അവൻ്റെ കണ്ണുകൾ തുറന്നു വരിക. ഇന്ന് നിങ്ങളുടെ ആത്മ കണ്ണുകൾ തുറന്നു വരും. നിങ്ങളുടെ ആത്മതലങ്ങൾ മാറും. നിങ്ങളുടെ ആത്മതലത്തിൻ്റെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കയറ്റും. ഹല്ലേലൂയ. താൻ കാണുകയാണ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുകയാണ്. അവൻ്റെ പേരാണ് രാജാദി രാജാവും കർത്താദി കർത്താവും. അവൻ്റെ പേരാണ് സൈന്യങ്ങളുടെ യഹോവ. ഹല്ലേലൂയ. He is the God of the angel armies. ഹല്ലേലൂയ. ദൂതന്മാരുടെ സേനാധിപതിയായ വലിയവനായ യാഹോവേ ദൈവം. ഹല്ലേലൂയ. പിന്നെ പെട്ടെന്ന് ഫോക്കസ് മാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ആലയം മഹത്വം കൊണ്ട് നിറയുകയാണ്. സേരാഫുകൾ തമ്മിൽ പറയുകയാണ് പരിശുദ്ധൻ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പറയാം, പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. എവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്? എവിടെ ദൈവത്തിന്റെ പരിശുദ്ധി വെളിപ്പെടുമോ? ഹല്ലേലൂയ. സ്വർഗീയ സിംഹാസനം എന്ന് പറയുമ്പോൾ സ്വർഗം ഹല്ലേലൂയ സ്വർഗം ഭൂമിയിൽ വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നടക്കുന്നത് നാം ഒന്ന് അനുകരിക്കുവാൻ തുടങ്ങിയാൽ, സ്വർഗത്തിന്റെ മൂല്യങ്ങളെ നാം ഒന്ന് കണ്ടാൽ ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിന്റെ മാർവിൽ കടന്നവൻ അവൻ ആത്മാവിൽ എടുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കയറി വാ, എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്, വരുവാനുള്ള കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് ഹല്ലേലൂയ അനേകരുടെ മേൽ ആത്മാവ് പകരപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ വരുവാനുള്ള കാര്യങ്ങളെ ഹല്ലേലൂയ ദീർഘമായി കണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ഹല്ലേലൂയ ഒരു പ്രവാചക അഭിഷേകത്തിലേക്ക് ഹല്ലേലൂയ പ്രവാചക അഭിഷേകത്തിലേക്ക്. ഓ ലേവ. എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവേ, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ തെന്നു നിൽക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മുടെ ബാഹ്യമായ ഒരു ഒന്നും നമ്മെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കുവാൻ. ഹല്ലേലൂയ. സ്വർഗീയ സിംഹാസനത്തിൽ 24 മൂപ്പന്മാരിയ്ക്കുന്നുണ്ട്, 4 ജീവികൾ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു സിംഹാസനം അതിന്റെ മധ്യത്തിലുണ്ട്. അവിടെ നിരന്തരമായി സ്തോത്രം. ഹല്ലേലൂയ. അവർ കേൾക്കുന്ന ശബ്ദം ആ കരങ്ങളൊന്ന് വീശി പറയാം, പരിശുദ്ധൻ. ഹല്ലേലൂയ. അവർ നിർത്താതെ രാവും പകലും, ഡേ ആൻഡ് നൈറ്റ്. ഹല്ലേലൂയ. അവിടെ മനുഷ്യർക്ക് പ്രസക്തിയില്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഹല്ലേലൂയ. സ്വർഗ്ഗം ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ദൈവമാണ് മഹത്വപ്പെടേണ്ടത്. ഹല്ലേലൂയ. മഹത്വവും ഹല്ലേലൂയ ജ്ഞാനവും ശക്തിയും മഹത്വവും, ബ്ലെസ്സിംഗ് ആൻഡ് ഓണർ ആൻഡ് ഗ്ലോറി ആൻഡ് പ്രൈസ് ആൻഡ് അഡോറേഷൻ, ബഹുമാനവും ഹല്ലേലൂയ ആദരവും ജ്ഞാനവും ശക്തിയും
അങ്ങേക്കുള്ളത് blessing and honor and glory and praise and adoration. നിരന്തരമായി സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ 24 മൂപ്പന്മാരുണ്ട്, ഹല്ലേലൂയ അപ്പോസ്തലന്മാരുണ്ട്, ഹല്ലേലൂയ 12 പിതാക്കന്മാരുണ്ട്, ഹല്ലേലൂയ 4 ജീവികളുണ്ട്. പക്ഷേ ഫോക്കസ് ദൈവം മാത്രമാണ്. മഹത്വം വെളിപ്പെടണമോ, മഹത്വം വെളിപ്പെടണമോ, ഹല്ലേലൂയ നമ്മുടെ കണ്ണ് ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവയെ കാണണമോ, ആ ഉണർവ് നമ്മുടെ മധ്യത്തിൽ പൊട്ടി പുറപ്പെടണമോ, ആ ഘനമായ സാന്നിധ്യം ആലയത്തെ നിറയണമോ, ഹല്ലേലൂയ നാം അവൻ്റെ വിശ്വസിച്ചാൽ പിടിക്കപ്പെടുകയാണ്. നാം നമ്മെ തന്നെ താഴ്ത്തുകയാണ്. നമ്മുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന്, നമ്മുടെ വ്യഭിചാര ചിന്തകളിൽ നിന്ന്, വ്യഭിചാരത്തിൻ്റെ ചിന്തകളിൽ നിന്ന്, അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മലിനമാക്കുന്ന അശുദ്ധയോട് ആക്കുന്ന സകലത്തെയും ഇന്ന് പകൽക്കാലം ഒരു കഴുകൽ ആ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ആ പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിൽ സാന്നിധ്യം ഹല്ലേലൂയ ആദിമ സഭയിലേക്ക് വെളിപ്പെടുവാനിടയായി. ഒരു മനുഷ്യന്റെ നിഴല് പോലും അസാധാരണമായ സൗഖ്യങ്ങളെ, അസാധാരണമായ ദൈവ പ്രവർത്തികൾക്ക് മുഖാന്തരമായി തീരുന്നു. ഹല്ലേലൂയ. ഭൂതങ്ങൾ, ദുരാത്മാക്കൾ ഓടുവാൻ തുടങ്ങുന്നു. ഒരു മനുഷ്യന്റെ മേൽ, പത്രോസിന്റെ മേൽ, ഞാൻ അങ്ങ് വിശ്വസിക്കുക, പത്രോസിന്റെ മേൽ മാത്രമല്ല, ആ ദൈവസഭയുടെ മേൽ അതൊരു സ്വർഗീയ അന്തരീക്ഷമായി മാറി. അത് ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ആ റേഞ്ചിലേക്ക് ആര് കയറി വന്നാലും അവർ ദൈവത്തിന്റെ സ്പർശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇത് പകൽക്കാലം സ്തോത്രം, അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. സ്വർഗം തുറന്നു വരികയാണ്. ഈ സ്ഥലം ഹല്ലേലൂയ ഉണർവുകൾക്ക് പ്രസിദ്ധമാകുന്ന ഒരു സ്ഥലമാകും. ഹല്ലേലൂയ. ഉണർവിൻ്റെ സ്തോത്രം കിണറുകൾ ഇവിടെ കുഴിക്കപ്പെടുകയാണ്. ഉണർവിൻ്റെ ഉറവകൾ പൊട്ടുന്ന സ്ഥലമായി അനേകർ സ്ഥലം ഈ ദേശത്തേക്ക് കടന്നു വന്ന്, ഈ സ്ഥലത്തേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ ഈ ഉണർവിൻ്റെ കിണറിൽ നിന്ന് കുടിക്കുവാൻ, പാനം ചെയ്യുവാൻ. ഓ ശബനമ. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ, ഈ ദൈവദാസന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ആരുമായി ഒന്ന് സമർപ്പിക്കണമേ. നിങ്ങളൊന്ന് പറയണമേ, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ ഉയർച്ചയേക്കാൾ അപ്പുറമായി, എനിക്ക് കിട്ടുന്ന മാന്യതയേക്കാൾ അപ്പുറമായി ഹല്ലേലൂയ എനിക്ക് കർത്താവിൻ്റെ നിയോഗം പൂർത്തീകരിക്കണം. ഹല്ലേലൂയ. എനിക്ക് കർത്താവിൻ്റെ രാജ്യം ഹല്ലേലൂയ കേരളത്തിൽ വരണം. കേരളക്കട അങ്ങയുടെ മഹത്വം കാണണം. എൻ്റെ ഭാരത മഹത്വം കാണണം. 28 സംസ്ഥാനങ്ങൾ യേശുവിനെ അറിയണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൃപ, അങ്ങനെ ഒരു ദൈവകൃപ എൻ്റെ മേലൊന്ന് പകരണമേ. അപ്പോസ്തലന്മാർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ പ്രസംഗിക്കാം. ഞങ്ങൾക്ക് പ്രസംഗിക്കുവാൻ, സുവിശേഷം പറയുവാൻ വിലക്കിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് വിലക്കിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും കൂട്ടരുടെ അടുത്ത് വന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഹല്ലേലൂയ വലിയ അഭിഷേകം ചുമക്കുന്നവനാണ്. 3-ാം അധ്യായത്തിൽ അസാധാരണമായ 40 വർഷം മുടന്തനായ ഒരു വ്യക്തിയുടെ കാല് സൗഖ്യമായതാണ്. അസാധാരണമായ മിറക്കൾ നടന്നു അവിടെ. ഹല്ലേലൂയ. അസാധാരണമായ ദൈവപ്രവൃത്തി നടന്നു. ഹല്ലേലൂയ. പക്ഷേ അതിൽ അവർ തൃപ്തരല്ല. അവർക്ക് താക്കീത് വന്നു, മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്ന് നിങ്ങൾ ശുശ്രൂഷിക്കുക. ഹല്ലേലൂയ. പക്ഷേ അപ്പോസ്തലന്മാർ പറഞ്ഞു, അല്ല, ഞങ്ങൾ മനുഷ്യരെ അനുസരിക്കണമോ അതോ ദൈവത്തെ അനുസരിക്കുക? ആ കരം ഒന്ന് ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് എത്ര പേര് അങ്ങനെ ഒന്ന് നിലവിളിച്ച് ആ കരം ഒന്ന് ഉയർത്തി? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരവരുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയോ, അവർക്കൊരു കെട്ടിടം കിട്ടണം, അവർക്ക് ഒരു നല്ല 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 ഒരു ഭവനം വേണം, വിസ റെഡിയാകണം, അതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും നാം അന്വേഷിച്ചാൽ അതോടുകൂടി അവൻ സകലം തരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ യോഗങ്ങളുടെ അവസാന ചില മണിക്കൂറുകളിലേക്ക് നാം വന്നിരിക്കുന്നു. 41-ാമത്തെ ദിവസത്തിൽ നാം കയറി. ഹല്ലേലൂയ. ഞായറാഴ്ച കൊണ്ട് ദേവദാസൻ പറഞ്ഞു, ഈ ശുശ്രൂ ഇവിടെ നിൽക്കുന്ന ഈ നീണ്ട ശുശ്രൂഷകൾ ഹല്ലേലൂയ ഉയർത്താം. ഹല്ലേലൂയ. അപ്പത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷികമായ ചില ഉന്നതികൾക്ക് വേണ്ടി ദാഹമല്ല. ഇന്ന് പകൽക്കാലം അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ആ കൃപ പകരും, ആ തീ പകരും. ഹല്ലേലൂയ. ദേവദാസന്മാരെ, നിങ്ങൾ അങ്ങനെ ഒരു വെള്ളം മുടക്കിയാണ് ഇവിടെ വന്നെങ്കിൽ നിങ്ങളുടെ സഭയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഉണർവ് പൊട്ടി പുറപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണർവ് ഹല്ലേലൂയ കോടിയ കാറ്റായി, സാധാരണ കാറ്റല്ല, കോടിയ കാറ്റായി, കൊടിയ കാറ്റായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അത് അത്ഭുതങ്ങളാൽ, അത് അടയാളങ്ങളാൽ മുഴകൾ അപ്രത്യക്ഷമാകും, ക്യാൻസറുകൾ ഒഴുകി താഴെ വീഴും. ഹല്ലേലൂയ. കുരുട് കണ്ണുകൾ തുറന്നു വരും. ദൈവ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ ഇല്ലാത്തത് ഉള്ളതുപോലെ, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ മുടന്തർ നടക്കുവാൻ.
അപ്പോൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ കരം ഒന്ന് നീട്ടണം. ഇത് പകൽക്കാലം ആ കൈയൊന്ന് അങ്ങയുടെ കരം നീട്ടണം, അങ്ങയുടെ കരം നീട്ടണം. ഹല്ലേലൂയ. ഞങ്ങൾ ധൈര്യത്തോടെ അങ്ങയുടെ വചനം പ്രസ്താവിക്കുവാൻ ഈ ഉണർവ് നിന്ന് പോകരുത്, ഈ നിന്ന് പോകരുത്. ഈ സുവിശേഷം ഹല്ലേലൂയ പടരണം. ഹല്ലേലൂയ ഭാരതം യേശുവിനെ അറിയണം. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ഥലത്തെ ദൈവം ഹല്ലേലൂയ സീലേഖയാണ്. ഞാൻ കാണുന്നു ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ഈ സ്ഥലത്തെ ദൈവം സീലേഖയാണ്, ദൈവം സീലേഖയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സീലേഖയാണ്. ഹല്ലേലൂയ. അനേകർ വന്ന് ആത്മാഭിഷേകം പ്രാപിക്കാൻ, ആത്മാവിന്റെ നിയോഗങ്ങൾ പ്രാപിക്കുവാൻ, ആത്മാവിന്റെ ഭാരം പ്രാപിക്കുവാൻ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ കരം ഒന്ന് നീട്ടണം. Stretch forth your hand, O God. അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അത്ഭുതം കണ്ട, ഹല്ലേലൂയ, ആത്മാവ് ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ആദ്യമായി പകരപ്പെട്ട ഒരു പ്രസംഗം കൊണ്ട് 3000 പേരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന അസാധാരണമായ ദൈവപ്രവർത്തികൾ ചെയ്ത അപ്പോസ്തലന്മാർ വീണ്ടും പ്രാർത്ഥിക്കുക. ആ കരമൊന്ന് ഉയർത്തുമോ? ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുക, കർത്താവേ അവരെ സ്തോത്രം. ഹല്ലേലൂയ. മന്ദമായിട്ടല്ല, ഹല്ലേലൂയ, ആർക്കും കേൾക്കുവാൻ അവരെ ഉച്ചത്തിൽ നിലവിളിച്ചു, ദൈവമേ. ആ മുറവിളി ഒന്ന് വരട്ടെ, ആ മുറവിളി ഒന്ന് വരട്ടെ. ദൈവമേ അങ്ങയുടെ കരം നീട്ടണം, അങ്ങയുടെ കരം നീട്ടണം. അങ്ങയുടെ ദാസൻ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ അങ്ങയുടെ വചനം അതിധൈര്യത്തോടെ പ്രസ്താവിക്കാം. ഹല്ലേലൂയ. പക്ഷെ അങ്ങയുടെ കരം നീട്ടണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വിവിധ സൗഖ്യങ്ങളാലും ദൈവത്തിന്റെ കൃപകളും കൃപാവരങ്ങളാലും അങ്ങ് വചനത്തെ ഉറപ്പിക്കണം. ഞങ്ങൾ പോകാം, ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് വേണ്ടി മരിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ രക്തസാക്ഷികളായി തീരാം. ഞങ്ങൾ ജെറുസലേമിനെ നേടും, ഞങ്ങൾ യഹൂദിയെ നേടും, ഞങ്ങൾ സമാരിയെ നേടും, ഭൂമിയുടെ അറ്റത്തോളം. ഓ ഹല്ലേലൂയ. അതാണൊരു ഉണർവ്, അതാണൊരു ഉണർവ്, അതാണൊരു ഉണർവ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങൾ മാറിയില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഭാവ സ്വഭാവത്തിൽ ഇപ്പോഴും ജഡികരായി, ഇപ്പോഴും കയ്പും വിദ്വേഷവും പരാതികൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിത്തേച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, ഉണർവിൽ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ പുറം മാറുന്നതിന് മുമ്പേ നമ്മുടെ അകം മാറുകയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്. മോശ ഉടഞ്ഞു, അവൻ തകർന്നു, അവൻ ദൈവത്തിന്റെ ചക്കിലൂടെ ഉടയ്ക്കപ്പെട്ടു. ഇത് പകൽക്കാലം ആരൊക്കെയോ ദൈവം സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിൽ ഒന്നുമല്ല, പക്ഷേ അങ്ങയുടെ അത്യന്ത ശക്തി, അങ്ങയുടെ അത്യന്ത ശക്തി വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അസാധാരണമായി അളക്കുവാൻ കഴിയാത്ത വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം വിശ്വസിക്കുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുമോ? ഹല്ലേലൂയ. Blessed are the pure in heart. ഹൃദയത്തിൽ പരിശുദ്ധിയുള്ളവർ, ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഭാഗ്യവാന്മാരല്ല, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അവർ ദൈവത്തെ കാണും, അവർ ദൈവത്തെ കാണും. ഹോരേബിന്റെ പർവ്വതത്തിൽ ഇതാ മോശ ദൈവതുല്യമായി മാറുകയാണ്. ഈ വരുന്ന ഉണർവിൽ സാധാരണക്കാരായ ഹല്ലേലൂയ മനുഷ്യനെ ദൈവം ദൈവതുല്യമാക്കി, കുട്ടി ക്രിസ്തുക്കളാക്കി. എങ്ങനെ യേശു നിന്നോ അങ്ങനെ നമ്മെ മാറ്റുന്ന ഒരു രൂപാന്തരത്തിന്റെ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ആ കരങ്ങളൊന്ന് ഉയർത്തി എത്ര പേര് അങ്ങനെ പറയും, കർത്താവേ, കർത്താവേ, ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയായി പരിശുദ്ധനായ നാമമുള്ളവൻ. 1906 ഏപ്രിൽ 10 ഇതുപോലുള്ള ചെറിയൊരു സ്ഥലത്താണ് ലോസ് ആഞ്ചലസ് പട്ടണത്തിൽ വലിയ ചർച്ച് ബിൽഡിങ്ങുകളുണ്ട്, വലിയ പ്രസ്ഥാനങ്ങളുണ്ട്, വലിയ സെറ്റപ്പും ഗെറ്റപ്പും ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ദൈവം ഇറങ്ങി വന്നത്, ആത്മാവിന്റെ തീ വീണത്, മഹത്വം വെളിപ്പെട്ടത് കുടിലുപോലെ ചെറിയൊരു സ്ഥലത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യൻ, സാധാരണക്കാരിൽ സാധാരണമായ മനുഷ്യൻ,
വലിയ വിദ്യാഭ്യാസമില്ല, വലിയ പഠിത്തമില്ല. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ആത്മഭാരം വഹിക്കുന്നവൻ, മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ മുഴങ്കാലം അടക്കുന്നവൻ, ആ മനുഷ്യന്റെ പേരായിരുന്നു വില്യം സെയ്മോർ. അമേരിക്കയുടെ പ്രദേശങ്ങളിൽ വെള്ളക്കാരുള്ളപ്പോൾ കറുത്ത വർഗക്കാരനായ ഒറ്റ കണ്ണ്, ചെറിയ പ്രായത്തിൽ സ്മോൾ പോക്സ് ബാധിച്ച ഒറ്റ കണ്ണ് നഷ്ടപ്പെട്ടു. യോഗ്യത നോക്കിയാൽ, പഠിത്തത്തിന്റെ മാന്യത നോക്കിയാൽ, ബൈബിളിന്റെ അറിവ് നോക്കിയാൽ ഒന്നുമില്ല. 1901 കൻസാസ് പട്ടണം, ടൊപ്പീക്ക എന്ന് പറഞ്ഞ കൻസാസ് പട്ടണത്തിലാണ് ആത്മാവ് ആദ്യം വീണത്. തന്റെ ഗുരുവായ, തന്റെ ആത്മീയ ഗുരുവായ ചാൾസ് ഫർഹാം എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യനായിരുന്നു. ബത്തേൽ ബൈബിൾ കോളേജ് നടത്തി. ഈ ഒറ്റക്കണ്ണനായ വില്യം സെയ്മോർ അവിടെ പോയാണ് പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചു. അന്ന് പെന്തക്കോസ്തിന്റെ അനുഭവമില്ല, അന്ന് പരിശുദ്ധാത്മാവ് വീണിട്ടില്ല, അന്ന് അന്യഭാഷയുടെ ആ വരം ലഭിച്ചിട്ടില്ല. അവര് ദൈവവചനം പഠിക്കുന്നതേ ഉള്ളൂ, ആരാഞ്ഞ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തികളിൽ പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ, പെന്തക്കോസ്ത് സംഭവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളും പകരപ്പെടുന്നു. പക്ഷേ ദൈവസഭയിൽ അതൊന്നും ഇല്ലല്ലോ. ഒത്തിരി നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ചാൾസ് ഫർഹാമും ഒത്തിരി 10-14 വെള്ളക്കാരായ സഹോദരന്മാരും ഒരുമിച്ച് അവർ ദൈവവചനം ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഉപവസിക്കുകയാണ്. നീണ്ട ദിവസങ്ങൾ. അതിലൊരു കറുത്തവർഗക്കാരൻ മാത്രമേ ഉള്ളൂ. തനിക്ക് ഉള്ളിലിരിക്കാൻ അനുവാദമില്ല. വെള്ളക്കാരും കറുത്ത ആൾക്കാരും ഒരുമിച്ചിരിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം, റേസിസം ഉള്ള കാലഘട്ടം. പുറത്തിരിക്കുകയാണ്. തന്റെ ഗുരു പറയുന്ന എല്ലാം താൻ കേൾക്കുകയാണ്. 1901 ജനുവരി 1-ാം തീയതി പരിശുദ്ധാത്മാവ് ബത്തേൽ ബൈബിൾ കോളേജിൽ വീണു. ഭയങ്കര ചരിത്രമാണത്. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, ആത്മാഭിഷേകം വീണപ്പോൾ ആഗ്നസ് എന്ന് പറഞ്ഞ സഹോദരി താൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ചൈനീസ് ഭാഷ സംസാരിക്കുക. നിർത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ. സ്തോത്രം. 1-2 ദിവസം തനിക്ക് വേറൊന്നും സംസാരിക്കും. വായിൽ നിന്ന് വരുന്നത് ചൈനീസ് ഭാഷ. ആത്മാഭിഷേകത്തിന്റെ ആഴം വെളിപ്പെട്ടു. ആ ബൈബിൾ കോളേജിലുള്ള അനേകർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പെന്തക്കോസ്ത് ആവർത്തിക്കപ്പെട്ടു. പക്ഷെ അവിടെ വില്യം സെയ്മോർ എന്ന് പറഞ്ഞ ആ കറുത്തവർഗക്കാരൻ, തനിക്കൊരു അനുഭവം ഉണ്ടായില്ല. പക്ഷെ താൻ കണ്ടു, ആത്മാവ് വീഴുന്നത് കണ്ടു, ആത്മാഭിഷേകം പകരപ്പെടുന്നത് കണ്ടു. ആത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അന്യഭാഷകൾ ആദ്യമായി താൻ കണ്ടു. അനുഭവമില്ലായിരുന്നു. അത് കഴിഞ്ഞാണ്, 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ലോകവ്യാപകമായ ഉണർവ്. 1901 ആത്മാവ് വീണതാണ്. അതൊരു ചെറിയ ഉണർവായി അടഞ്ഞപ്പോൾ 1906 അന്ന് വെളിപ്പെട്ട ഉണർവ് അതൊരു ലോകവ്യാപകമായ ഉണർവായി തീർന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് അനേക സ്ഥലങ്ങളിൽ വീഴുന്നുണ്ട്. ഉണർവിന്റെ കാറ്റടിക്കുന്നുണ്ട്. ചിലതൊന്ന് കത്തി പെട്ടെന്ന് അടയും, ചിലത് കുറച്ചുകൂടെ കത്തും, പിന്നടയും. ഞാനങ്ങ് വിശ്വസിക്കുക. കഴിയാമെങ്കിൽ ആ ചെയറുകളൊക്കെ നിങ്ങളൊന്ന് മാറ്റി അല്പസമയം ചെയറുകളൊക്കെ ഒന്ന് നമുക്കൊന്ന് സ്റ്റാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി. ആയിരത്തി 1901 പരിശുദ്ധാത്മാവ് കൻസാസിൽ വീണു.
പക്ഷെ ആ ഉണർവ് പരിമിതമായി നിന്നു. വീണ്ടും 5 വർഷങ്ങൾ എടുത്തു ഒരു മനുഷ്യൻ ഒഴുകുവാൻ, ഒരു കൂട്ടം ഒന്ന് ഒരുങ്ങുവാൻ. സാധാരണക്കാരായ കർത്തവർഗക്കാർ. പക്ഷെ ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ. അവർ താഴ്മയുള്ളവരായിരുന്നു, സ്നേഹമുള്ളവരായിരുന്നു, ഒരുമയുള്ളവരായിരുന്നു. വലിയ വെള്ളക്കാർക്ക് ഉള്ള പൈസ ഒന്നും അവർക്കില്ല, സാമ്പത്തികമില്ല. അവർക്ക് വലിയ വലിയ ഹാളുകൾ ഉള്ളപ്പോൾ വില്യം ഷെയ്മോർ ചെറിയ ഒരു കുടിലാണ് ഉണർവ് ആരംഭിച്ചത്. ആൾക്കാർ വന്നുകൂടിയപ്പോൾ പിന്നെ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് പിന്നെ അത് കുതിരകളെ കെട്ടുന്ന ഒരു തൊഴുത്തിലേക്ക് അത് മാറ്റി. ആ തൊഴുത്തിലേക്ക്, അതാണ് അസൂസ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ആ തൊഴുത്ത്, അതിനെ അവരൊരു ഉണർവിന്റെ യോഗമായ ഒരു സ്ഥലമാക്കി മാറ്റി. നിങ്ങൾക്കറിയാമോ, ആ സ്ഥലം ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞു. ആത്മാവിന്റെ വലിയൊരു തലം വെളിപ്പെട്ടു. മനുഷ്യന്റെ കയ്യിൽ നിന്നത് വിട്ടു. പരിശുദ്ധാത്മാവ് നിയന്ത്രണം. പ്രാർത്ഥനകൾ നടക്കുക, അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അന്യഭാഷയിൽ ആരെങ്കിലും ഒക്കെ പാടാൻ തുടങ്ങും. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ എല്ലാവരും കൂട്ടത്തിൽ പാടുന്ന ഒരു സ്വർഗീയ അനുഭവം. പിന്നെ ദൂതന്മാർ ഇറങ്ങി വന്ന് ദൂതന്മാരുടെ കണ്ണുകൾ അടയ്ക്കാം. പകൽക്കാലം എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. പിന്നെ ദൂതന്മാരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ദൂതന്മാർ ആലപിക്കുന്ന സ്വർഗീയ ഗാനങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവ സാന്നിധ്യത്തിന് ഒരു ഘനമായ സാന്നിധ്യം. ആ തൊഴുത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ പുക കൊണ്ട് നിറയും. ഒരു മേഘം കൊണ്ട് നിറയും. അങ്ങനെ ആ മേഘം ആ മീറ്റിംഗിൽ വെളിപ്പെടുമ്പോൾ കൂട്ടമായി ജനം അഭിഷേകം പ്രാപിക്കും. കൂട്ടമായ രോഗികൾ സൗഖ്യമാകും. ഇല്ലാത്ത കണ്ണുകൾ ഉളവായി വരും. സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ നടക്കും. ആക്സിഡന്റിൽ കൈകൾ കാലുകൾ മുറിഞ്ഞോണ്ട് കൈകളും കാലുകളും കിളിച്ചു വരുന്ന അസാധാരണ. ജനം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ നിന്ന് തീ വെളിപ്പെടുന്ന പോലെ അവരുടെ മധ്യത്തിൽ ഒരു തീ കത്തിപ്പോകുകയാണ്. രാത്രി യോഗങ്ങളിൽ ദൂരെ നോക്കുമ്പോൾ സ്തോത്രം, അവരുടെ ഹോളിന്റെ പുറത്ത് മുകളിൽ തീ കത്തുന്നു. ചുറ്റുമുള്ള ജനം പേടിച്ചു. അവിടുത്തെ ഫയർ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഓടി തീ അണയ്ക്കാൻ ഓടി വരികയാണ്. അടുത്ത് വരുമ്പോഴാണ് തീ കത്തുന്നുണ്ട്. പക്ഷെ അതൊരു മാനുഷിക തീയല്ല, അതൊരു സ്വർഗീയ തീയാണ്.